എല്ലാവർക്കും നമസ്കാരം. സഞ്ജു ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൽക്കരി വാതക പദ്ധതിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. അപ്പോഴെന്താണ് കൽക്കരി വാതക പദ്ധതി? 2030 ഏകദേശം 100 ദശലക്ഷം ടൺ വാതകം കൽക്കരി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് കൽക്കരി വാതകവൽക്കരണ പദ്ധതി. ഈ പദ്ധതിക്ക് വേണ്ടി ഏകദേശം 37,500 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സംശയമുണ്ടാകും, കൽക്കരി ഉപയോഗിച്ച് എങ്ങനെ ഒരു വാതകം ഉണ്ടാക്കാമെന്ന്. എങ്ങനെയെന്നല്ലേ? കൽക്കരി വായുവും നീരാവിയും ഉപയോഗിച്ച് ഒരു പ്രത്യേക ചേമ്പറിൽ വെച്ച് ചൂടാക്കിയാൽ സിൻ ഗ്യാസ് എന്ന വാതകമായി മാറും. സിൻ ഗ്യാസിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ്. ഇവ പ്രോസസ്സ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന മറ്റ് ഉൽപ്പന്നങ്ങളാണ് യൂറിയ, അമോണിയ. ഏകദേശം 20% യൂറിയാണ് നമ്മൾ വിദേശ രാജ്യത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അമോണിയ 90 മുതൽ 100% വരെയാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. കഴിഞ്ഞില്ല, സിന്തറ്റിക് നാച്ചുറൽ ഗ്യാസ്. ഇപ്പോൾ നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിന് പകരം ഉപയോഗിക്കാവുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് സിന്തറ്റിക് നാച്ചുറൽ ഗ്യാസ്. ഇതുകൂടാതെ മെത്തനോൾ, ലിക്വിഡ് ഫ്യൂവൽ തുടങ്ങിയ വസ്തുക്കളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. ഇതുകൂടാതെയുള്ള മറ്റ് പ്രയോജനങ്ങളാണ് ഈ പദ്ധതി വഴി നമുക്ക് രാജ്യത്ത് തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, അതായത് നമ്മുടെ രാജ്യത്തെ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.